എപ്പോഴും നല്ലവനാ, കർത്താവ് എപ്പോഴും വിശ്വസ്തനാ, കർത്താവ് ആർക്കും അവൻ കടക്കാരനല്ല. അവൻ ഇന്ന് നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അതിനു മുമ്പ് ആമേൻ, കർത്താദാസൻ എബിൻ ബ്രദറിന് ഒരു വലിയ ടെസ്റ്റ് മണി നമ്മളോട് പറയാനുണ്ട്. ആമേൻ, താൻ അല്പസമയങ്ങൾ നമ്മളോട് എടുക്കും. എബിൻ ബ്രദറിന് എല്ലാവർക്കും അറിയാം. ആമേൻ, താന് പഴയ ഒരു ബൈബിൾ സ്കൂൾ സ്റ്റുഡന്റ് ആണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ബൈബിൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആണ്. എന്നാൽ കർത്താവ് ഈ രാജ്യത്തേക്ക് അയച്ചു. ദൈവം അത്ഭുതകരമായി കഴിഞ്ഞ 9-10 വർഷത്തോളം കാനഡയിൽ തന്നെ പരിപാലിച്ചു. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളെ അമ്മ അടുത്ത മിനിറ്റുകൾ നമ്മളോട് സംസാരിക്കും. Take your time and encourage us in his presence, Amen, brother. Praise the Lord. നാമത്തിൽ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു സമയം ദൈവം നമുക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി നമുക്കിങ്ങനെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, മുഖപരിചയം പോലും ഇല്ലാത്ത അനേക ആളുകളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി. നമ്മൾ ഒരിക്കലും ചിന്തിച്ചതോ വിചാരിച്ചതോ അല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പക്ഷേ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിച്ചു, പരിപാലിച്ചു. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാനൊരു താങ്ക്സ് ഗിവിംഗ് ടെസ്റ്റ് മണി പറയാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. കാര്യം കഴിഞ്ഞ 3 മാസമായിട്ട് പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിൽ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ പ്രാർത്ഥനയായിട്ടിരിക്കുമായിരുന്നു. ആ സമയമൊന്നും ഞാൻ പ്രാർത്ഥിക്കാത്തൊരു വിഷയത്തിനാണ് ദൈവം എനിക്ക് ഇപ്പോൾ തന്ന മറുപടി. ഞാൻ ഇത് എൻകറേജ് ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വിങ്ങൽ ദൈവം അറിയും. കാര്യം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുക, ഒത്തിരി ഫോർമലായിട്ട് പല കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ചിലപ്പോൾ നമ്മൾ മറന്നിരിക്കുന്ന വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് നടക്കത്തില്ല, അങ്ങ് വിട്ടേക്കാം എന്ന് കരുതിയിരിക്കുന്ന വിഷയങ്ങളായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 10 വർഷം മുമ്പ് ഞാൻ MSW എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ കാനഡയിലോട്ട് വന്നത് കാരണം ഞാൻ സ്റ്റുഡൻറ്റ് വീസയിൽ വന്നു. അതിൻ്റെ പഠനം വേറൊരു ഫീൽഡിലേക്ക് പഠിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയി. അതിനുശേഷം ഞാൻ ഒൻറ്റാരിയോയിലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്തു. 10 years, ഓൾമോസ്റ്റ് 9 years ഒരു ചർച്ചിൻ്റെ കൂടെ പാസ്റ്ററെ അസിസ്റ്റ് ചെയ്യുകയും പിന്നെ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ചെയ്യുകയും കൂടുതൽ ഫോക്കസ് എൻ്റെ അതുമാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും സോഷ്യൽ വർക്കിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് കൈൻഡ് ഓഫ് ശ്രമിച്ചിട്ടില്ല, എന്തോ അറിയത്തില്ല. പക്ഷേ ദയവായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ച് ഒൻറ്റാരിയോയിലേക്ക് കടന്നു വരണമെന്ന് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു പ്രേരണയുണ്ടായി. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളവിടെ വീട് വാങ്ങി, പക്ഷെ അത് വിൽക്കാൻ പറ്റുന്നില്ല. അന്നേരം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ചിലപ്പം അത് ദൈവഹിതമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ രണ്ടും കൽപ്പിച്ച് വിറ്റാലും ഇല്ലെങ്കിലും ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് പോയി ഞങ്ങളുടെ ലൈഫിൽ ഒരു ഡെലിവറൻസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ നാമത്തെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എന്ന നിലയിലാണ് അത് ചെയ്തത്. അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. അവിടെ നിന്നാൽ ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങളായിരിക്കാം. ദൈവം നമ്മളെ ചില സമയത്ത് പറിച്ച് നടുന്നത് ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. കാര്യം നമ്മൾ ചിന്തിക്കും ദൈവം ഇറ്റ്സ് നോട്ട് ഈസി. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ വെൽ സെറ്റിൽഡായി, നമുക്ക് ഏറ്റവും അധികം ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ദൈവം ആ ഒരു നമ്മുടെ സേഫ് സോണിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരു സോണിൽ നിന്ന് നമ്മളെ പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് നടുമ്പോൾ അവിടെ നമ്മൾ ഗ്രോ ചെയ്യാൻ ഒന്നേന്ന് നമ്മൾ തുടങ്ങുന്നത് അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് അതാണ്. പലരും എന്നെ ഒത്തിരി ഡിസ്കറേജ് ചെയ്തു, ഇങ്ങോട്ട് പോരണ്ട, ഇവിടെ നിൽക്കേണ്ട, അവിടെ നിന്നാൽ തന്നെ ഇപ്പം നല്ല ജോലിയുണ്ട്, മിനിസ്ട്രിയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ നല്ല ചർച്ചുണ്ട്. എല്ലാം ശരിയായിരുന്നു, നല്ല ചർച്ചായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കോളിങ്ങിനോടനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങളൊരു ഡിസിഷൻ എടുത്താണ് ഇങ്ങനെ ഈ സ്ഥലത്തോട്ട് വരാൻ കഴിഞ്ഞത്. വന്നു, പല ജോലികൾ ഞാൻ അന്വേഷിച്ചു. എൻ്റെ പഴയ ജോലിയിൽ തന്നെ ഞാൻ ട്രാൻസ്ഫർ എടുത്ത് വന്നെങ്കിലും എൻ്റെ ഫീൽഡിലുള്ള ജോലി ഞാൻ അന്വേഷിച്ച് എനിക്ക് കിട്ടുന്നില്ല. അന്നേരം ഞാൻ പിന്നെയും ഓർത്തു, ദൈവമേ അത് ദൈവഹിതമല്ലായിരിക്കും, അല്ല ദൈവത്തിൻ്റെ സമയമായിട്ടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞു. പിന്നെ ലാസ്റ്റ് 10 months ഞാനിവിടെ ഒൻറ്റാരിയോയിലായി. പിന്നെ ആ വിഷയത്തിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയോ ബോധറേ ചെയ്യുകയില്ല. പിന്നെ ലാസ്റ്റ് 3 months എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കുഞ്ഞിൻ്റെ ദേഹം മൊത്തം പൊള്ളി. എൻ്റെ കസിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ മുഖം ഫുള്ള്, ഇടത്തെ കൈ മൊത്തം, വയറിൻ്റെ ബെല്ലി ബട്ടൻ്റെ അവിടെ വരെയും റൈറ്റ് ഹാൻഡ് മുട്ടിൻ്റെ അവിടെ വരെയും പൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടായി. തിളച്ച വെള്ളം ബൈ മിസ്റ്റേക്കിൻലി അവിടെ വെച്ച് വീണതാണ്. ആ ഒരു ഇൻസിഡൻറ്റ് ഞങ്ങളെ ഒത്തിരി മാറ്റിമറിച്ചു. കാര്യം
ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് ഓരോ സ്ഥലത്ത് വിടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ എന്തുകൊണ്ട് ഇത് നടന്നു? പക്ഷെ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ വേദന തരുമ്പോൾ അതിലൂടെ നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കുവാനും ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. വേദനയിലൂടെ കടന്നാൽ എത്ര വേദന അനുഭവിച്ചാലും ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുന്നെങ്കിൽ എല്ലാ വേദന, ഈ ലോകത്തിൻ്റെ വേദനയൊന്നും വേദനയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം എൻ്റെ ലൈഫിൽ ഒത്തിരി വേദനയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, ആക്സിഡൻസിലൂടെ പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അവയിലെല്ലാം ദൈവം നടത്തി. ഞാൻ ഈ പറയുന്ന വേറെ ഒരു പുകഴ്ചയ്ക്കും വേണ്ടിയല്ല, നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ്. ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ദൈവം തന്നെ ആശ്രയമായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം കാര്യങ്ങൾ നടത്തിക്കോളും. നിങ്ങളുടെ സാമ്പത്തികമാകട്ടെ, നിങ്ങളുടെ ജോലിപരമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ എന്തുമായിക്കോട്ടെ, അത് നടത്താൻ ശക്തനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ സ്റ്റാലിബായുടെ വീട്ടിൽ പോയി. അങ്ങനെ വിപിൻ ബ്രദറിനെ പരിചയപ്പെട്ടു. ഇങ്ങനെ ഞങ്ങൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എങ്കിലും ഇത്ര പെട്ടെന്നൊരു മിറക്കിൾ എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വിപിൻ ബ്രദർ ത്രൂ ഒരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. അവിടെ നിന്ന് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആ വ്യക്തി എനിക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തു. എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ സോഷ്യൽ വർക്കർ ആക്കണം എന്നുള്ള തീരുമാനത്തിൽ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല എബിൻ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. പുള്ളിക്കാരി അങ്ങ് പറയുവാണ്, എബിന് നല്ല കാലിബറുള്ള, എന്നെ ഒന്നും അറിയാത്ത ആളാണ്, എന്നോട് ഒരു 10 മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തി പറയുവാണ്, എബിന് നല്ല കാലിബറുള്ള ആളാണ്, എബിന് നല്ല നിലയിൽ സോഷ്യൽ വർക്കിൽ എത്തേണ്ട ആളാണ്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിശ്വാസി പോലും അല്ലാത്ത ആളാണ് ഈ പറയുന്നത്, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ അതിൻ്റെ മെയിൻ ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഗെറ്റ് ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ഇത് നടന്നു. തിങ്കളാഴ്ച ആ മെയിൻ ആൾ എന്നെ കോൺടാക്ട് ചെയ്തു. ഇന്നലെ അതിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. എന്നെ ഒരു ലൈക്ക് ജോലിക്കല്ലെങ്കിൽ പോലും ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാമിലേക്ക് ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ആ ഒരു ഫീൽഡിലേക്ക് അടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ദൈവം എന്നെ നടത്തി. ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹറി ചെയ്യേണ്ട കാര്യമില്ല. ചില സമയത്ത് നമ്മൾ ഓർക്കും, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് നടക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ ചിന്തയ്ക്കും വിചാരത്തിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാനോർത്ത് കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് ജോലിയില്ല, എങ്ങനെ കാര്യങ്ങൾ നടക്കും? ദൈവം നടത്തും, അതുമാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും അതാണ്. നമ്മൾ അതിനെക്കുറിച്ച് വിചാരപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്താൽ യാതൊരു പ്രയോജനമില്ല. ഞാൻ ഈ കൊറോണയുടെ സമയത്തിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത്. അന്നേരം നാട്ടിൽ 2 കല്യാണങ്ങൾക്ക് വേണ്ടി പോയതാണ്. വളരെയധികം എക്സ്പെൻസസ് ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം നടന്നു. അന്നേരം തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചിന്ത ഇതാണ്, വന്ന് എത്രയും വേഗം ജോലി ചെയ്ത് കടങ്ങളും ക്രെഡിറ്റ് കാർഡ്സും പേയ്മെൻറ്റ്സും എല്ലാം നടത്തണം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല. നമ്മളുടെ ചിന്തകളും നമ്മുടെ വിചാരം, നമ്മൾ കുറേ കാര്യങ്ങൾ മനക്കോട്ട കെട്ടാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ അതിനൊരു ട്രൂ എക്സാമ്പിളാണ്. എൻ്റെ ലൈഫിൽ പ്രവർത്തിച്ച ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ആ ടീമിനോട് ചേർന്ന് നമ്മുടെ ഇന്നർ മാനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഈ പ്രെയർ മീറ്റിംഗ്സ് എൻ്റെ ജീവിതത്തിലും അനുഗ്രഹമായിരുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിതം നയിക്കാം. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചിന്തിക്കുക. ഞാൻ പറയാം, ഈ ഒരു ടോപ്പിക് ചിലപ്പോൾ ഇതൊരു വലിയ കാര്യമല്ലായിരിക്കും, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ വിട്ടുകളഞ്ഞൊരു വിഷയം, ദൈവം പല ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ചതോ അല്ലെ ഞാൻ ചിന്തിച്ചതോ അല്ലാത്ത വിഷയം മറ്റു പലരിലൂടെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാനൊരു വിരലിൽ പോലും ഞാൻ അതിനു വേണ്ടി അനക്കേണ്ടി വന്നില്ല. ദൈവം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുക, നമ്മൾ ഒത്തിരി പേരോട് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ചിലപ്പം ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, യേശുവേ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ യേശുവിൻ്റെ ഒരു വാക്കുണ്ടെങ്കിൽ, യേശുവിൻ്റെ ഒരു കരസ്പർശനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിടുതലാണ്. നമ്മൾക്ക് പ്രശ്നത്തേലല്ല നമ്മൾ നോക്കേണ്ടത്, പ്രശ്നത്തെക്കാൾ ഉപരി നമ്മളെ നടത്തുന്ന, നമ്മളെ കരുതുന്ന ദൈവത്തെ മാത്രം ഓർത്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ അവൻ വൻ കാര്യങ്ങളെ ചെയ്യും. ഈ ഒരു ടെസ്റ്റിമണി നിങ്ങളെയും എൻകറേജ് ചെയ്യട്ടെ. ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരവസരം എനിക്ക് തന്ന സ്റ്റാലിബായോട് പ്രത്യേകമായുള്ള നന്ദി പറയുന്നു. വിപിൻ ബ്രദറും ഇവിടെയുണ്ട്, അതുകൊണ്ട് വിപിൻ ബ്രദറെ ഞാൻ കണ്ടായിരുന്നു. വളരെ സന്തോഷം.
ഇങ്ങനെയുള്ള നമ്മളുടെ കണക്ഷൻസ് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് വളർത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് പല ഈ പ്രെയർ മീറ്റിങ്ങിലൂടെയുള്ള പല കോൺടാക്ട്സിലൂടെയും പല മീറ്റിങ്സിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. ആരാണ് കണക്ട് ചെയ്തത് ഒന്നും എനിക്ക് ചിലതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എല്ലാം ഒരു അനുഗ്രഹമെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവനാമത്തിന് വേണ്ടി ദൈവം എന്ത് ഏൽപ്പിച്ചാലും അത് വിശ്വസ്തയോടെ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എബിൻ എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷേർലി എന്നാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്, അബിഗെയിൽ, ആഡ്ലിൻ ആൻഡ് ആഷ്ലിൻ. ഞങ്ങളെ കുടുംബമായ ദൈവസന്നിധിയിൽ നിങ്ങൾ ഓർക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ മിറക്കിൾ. സത്യം പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ആ കലണ്ടറിന്റെ 1 മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നെ ചെറുപ്പകാലം മുതൽ അറിയാവുന്നവർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഉള്ള അനുഭവം അത് തന്നെയാണ്. ബ്രദർ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം തന്നു. വളരെ ബ്ലെസ്സിങ്സ് ഞങ്ങളുടെ ജീവിതത്തിലുമായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ നെഫ്യൂ പൈതൽ ജോസയുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഒത്തിരി പാടി ആരാധിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം ബ്രദർ ഇവിടുന്ന് പോയതിനു ശേഷം സാധാരണ ഞാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോലും ഞാൻ വിട്ടുപോയെങ്കിലും വിപിൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എബിന്റെ നമ്പർ വേണം. അങ്ങനെ എബിൻ ബ്രദറിന്റെ നമ്പർ വിളിച്ചു. നോക്കിയേ, വിത്തിൻ എ ഡേയ്സ് ടൈം ദൈവത്തിന്റെ സമയമായപ്പോൾ തന്റെ ആ പർട്ടിക്കുലർ പ്രോഗ്രാമിലേക്ക് 1 സീറ്റ് മാത്രം, അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അറിയത്തില്ല അത് എങ്ങനെയായിരുന്നു അവിടെ വേക്കന്റ് ആയത്. അങ്ങനെ കിടന്ന ഒരു സീറ്റ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ആഴ്ച ആ സീറ്റ് ഫുൾ ആയിരുന്നു. ആരോ വിത്ഡ്രോ ചെയ്തതാണ് ആ സീറ്റ്. അങ്ങനെയാണ് എനിക്ക് ആ സീറ്റ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് ദൈവത്തിന് എന്തോ ചിലരോട് സംസാരിക്കാനുണ്ട്. കാരണം നമ്മുടെ ഈ ഓരോ ദിവസത്തെ മീറ്റിംഗ് ഞാൻ കർത്താവിനോട് വളരെ പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങയുടെ ഹിതമാണെങ്കിലേ ഈ മീറ്റിംഗ് നടക്കാവൂ. കാരണം നമ്മുടെ പ്രത്യേക അജണ്ടാസോ ഇത്ര മീറ്റിംഗ് നടക്കണം, ഇത്ര പേർ കേൾക്കണം, ഇതൊന്നും അല്ല നമ്മുടെ. കർത്താവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് ആമേൻ ഇതിനകത്ത് ചിലരോട് കർത്താവ് ശക്തമായിട്ട് ഈ സാക്ഷ്യത്തിലൂടെ ഇടപെടുന്നുണ്ട്. ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ദൈവം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ പറ്റി. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അത് സംഭവിക്കേണ്ട ദിവസം ആ സമയത്ത് ദൈവം ഉണർത്തേണ്ടവരെ ഉണർത്തി, ഒരിക്കലും പരിചയമില്ലാത്തവരെ. അതുകൊണ്ടാണ് സങ്കീർത്തനം 105 നാം വായിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ ആമേൻ. യോസഫിനെ പറ്റി നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആ ഭാഗം എടുത്തതാ. ആമേൻ ഹല്ലേലൂയ. അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവന്റെ കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുവാൻ അവൻ എന്ത് ചെയ്തു? അനുവദിച്ചു. അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങി. ദൈവം അനുവദിച്ചിട്ട് യോസഫിന്റെ ജീവിതത്തിൽ ഒരു സമയം കടന്നു വന്നു. അത് ദൈവത്തിന്റെ ആലോചനയുടെ ശോധനയുടെ നിവൃത്തി സംഭവിക്കാനാ. എന്നാൽ ആ നിവൃത്തി സംഭവിക്കുന്ന ആ ദിവസം, ആ മണിക്കൂറിൽ 1 മിനിറ്റ് പോലും വ്യത്യാസമില്ലാതെ രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ, അവൻ ദൈവിക പദ്ധതികൾ സംഭവിക്കുവാൻ, നിറവേറുവാൻ ദൈവം പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് ദൈവമക്കളെന്ന് നമ്മൾ പറയുന്നവരെ ഒന്നുമല്ല, ജാതികളുടെ അധിപതികളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു അധിപതിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പോകാ, എന്റെ ദാസനെ വിടുവിക്ക എന്ന ഓർഡർ വന്നു കഴിഞ്ഞാൽ നാം അറിയാത്ത വ്യക്തികൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നാം അത്ഭുതപ്പെടും. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ വേഗത്തിൽ, ആമേൻ ഹല്ലേലൂയ, ഒരാഴ്ച പോലും ഗ്യാപ്പില്ലാതെ, ഒരു ദിവസം പോലും കിട്ടാതെ ദൈവം ആ പദ്ധതി ചെയ്തു. പ്രിയപ്പെട്ട എന്റെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഞാനിത് 2 ദിവസം മുമ്പേ അറിഞ്ഞെങ്കിലും അവൻ ഇന്നും എന്റെ ജീവിതത്തിൽ എന്നെ വളരെ ബലപ്പെടുത്തുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ഷോക്കിംഗ് ന്യൂസിലൂടെ ഞാൻ ഇന്നലെ കടന്നുപോയി. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ മുന്നമേ നിന്നോട് ദൂത് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് മുന്നമേ ദൈവം നമുക്ക് ദൂത് തരും. ദൈവം വചനത്താൽ നമ്മളെ ബലപ്പെടുത്തും. എന്നിട്ടേ നമ്മെ അതിലൂടെ കടത്തിവിടത്തുള്ളൂ. നാം ഒരു പ്രത്യേക വിഷയത്തിലൂടെ കടന്നു പോകുന്നതിന് മുന്നമേ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ കർത്താവ് വിതയ്ക്കും. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. വലിയൊരു മർമ്മം ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പഠിച്ചതാണ്. നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടണമെങ്കിൽ, ഒരുക്കപ്പെട്ടാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. ആ ഒരുക്കപ്പെടണമെങ്കിൽ നാം തകർക്കപ്പെടണം, നാം നുറുക്കപ്പെടണം. നമ്മുടെ ഹൃദയത്തിലെ കഠിനമായ മേഖലകളിൽ ദൈവ പദ്ധതിക്കായി തുറക്കപ്പെടണം. അപ്പോൾ ദൈവം തന്റെ വചനം വിതയ്ക്കുമ്പോൾ he will make sure that we are ready to produce fruit. ആമേൻ. ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ദൈവം ഒരുക്കും.
അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുന്നതിന് മുന്നമേ ദൈവം ദൂത് തന്നിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, നാം സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളിൽ പോയപ്പോൾ നാം ഓർത്തില്ലേ, കർത്താവ് എന്നോട് ഇത് പറഞ്ഞായിരുന്നു. എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നാട്ടിൽ ദുബായിലേക്ക് ഞാൻ ജോലിക്കായിട്ട് പോയി. ഒരുപാട് കാലങ്ങൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു. എന്റെ വിദ്യാഭ്യാസ ലക്ഷ്യമൊക്കെ ഒത്തിരി വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. അതിനുശേഷം നാട്ടിൽ ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ദുബായിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയിലാണ്. എന്നെ അറിയാവുന്ന പലരും ഉണ്ട്. എനിക്ക് ₹1 പോലും മുടക്കില്ല. അവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസിലേക്കാണ് ദൈവം ഒരു വഴി തുറന്നത്. എന്റെ ട്രാവല്, എന്റെ അക്കോമഡേഷൻ, 1 month ഹോട്ടൽ, എവറിത്തിങ്, അവിടെ താമസിക്കാനുള്ള സകല കാര്യങ്ങളും, അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചർ ഇന്നും കാനഡയിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എവറിത്തിങ് വാസ് പ്രൊവൈഡഡ് ബൈ കമ്പനി. പക്ഷെ ഞാൻ ആ രാജ്യത്ത് എത്തിച്ചേർന്നപ്പോൾ കർത്താവിനോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ ദിവസം വരെ മാത്രമേ നീ ഇവിടെ നിൽക്കാവൂ. ആ ദിവസത്തിന് ഒരു ദിവസം മുൻപ് പോലും ഇവിടുത്തെ രാജാവ് വിചാരിച്ചാലും നിന്നെ ഇവിടുന്ന് പുറത്തു പോകാൻ ഒക്കത്തില്ല. എന്നാൽ ഏത് ദിവസം നീ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അന്ന് നീ പോകണം. രാജാവ് പറഞ്ഞാൽ പോലും നിൽക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയിൽ മാത്രം പോകണമെന്ന് നാം ആഗ്രഹിച്ച് നാം അതിനുവേണ്ടി സമർപ്പിച്ചാൽ ദൈവം നമ്മെ സമയാസമയങ്ങളിൽ ഇടപെട്ട് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ 2016 കാലഘട്ടങ്ങളിൽ ഒരു സെപ്റ്റംബർ മാസം കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ദൂത് തന്നു. ആമേൻ, ആഹാബിന്റെ രഥത്തെ മുൻപേ ഓടുന്ന ഒരു അഭിഷേകം ഞാൻ പകരും. ആഹാബുമാരുടെ രഥത്തിന് മുൻപേ ഓടുവാൻ. എന്താ ആഹാബുമാരുടെ രഥം? ഈ ലോകത്തിൽ നാം കാണുന്ന സാമ്രാജ്യങ്ങൾ, ഈ ലോകത്തിൽ നാം കാണുന്ന വലുതും ശ്രേഷ്ഠവും എന്നൊക്കെ കരുതുന്ന രഥങ്ങളുണ്ട്. വലിയ കമ്പനീസ് ഉണ്ട്. പലപ്പോഴും നാം എല്ലാം പ്രാർത്ഥിച്ചും ആലോചന ചോദിച്ചും ഉപവസിച്ചും ഒക്കെ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം അറിയാതെ ഈ ലോകത്തിന്റെ രഥങ്ങളിൽ ഒന്ന് ആശ്രയിച്ചു പോകും. ഈ ലോകത്തിലെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ജോലി, പൊസിഷൻസ്, കമ്പനീസ്, അതിന്റെ ഫെയിം, ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന് എന്നോടുള്ള നീതിയാലും പിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ കരുണയാലും എന്റെയൊക്കെ പിതാവൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി പുറപ്പെട്ടതാണ്. അവരോടൊക്കെയുള്ള ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ശ്രേഷ്ഠമായി ദൈവം നടത്തി. ഒരു കാലത്ത് ഒത്തിരി കഷ്ടതകളിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ബ്രദറൊക്കെ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു വന്നതാണ്. ഓരോ ദിവസത്തെയും ആഹാരം ദൈവം കൊണ്ടുതരുന്നതിന് വേണ്ടി കാത്തിരുന്ന കാലങ്ങളുണ്ട് ചെറുപ്പകാലങ്ങളിൽ. പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ വിഷമിച്ചു പോയിട്ടില്ല, അവിടെ ഒന്നും ഭാരപ്പെട്ടു പോയിട്ടില്ല ഒരിക്കലും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ബ്യൂട്ടി എന്നുള്ളത്. ഒരിക്കലും നാം പതറിപ്പോവാൻ അനുവദിക്കത്തില്ല, ഒരിക്കലും നാം നിരാശപ്പെടാൻ അനുഭവിക്കത്തില്ല. അന്ന് അനുഭവിച്ചിരുന്ന അതേ ആത്മീക സന്തോഷം ഒട്ടും കുറയാതെ ഇന്നും അനുഭവിക്കുവാൻ ദൈവം കൃപ തരുന്നുണ്ട്. അങ്ങനെ ആ കമ്പനിയിലേക്ക് പോയി, അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുക, ലോകരാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുക, ഇന്ന് ആളുകൾ സ്വപ്നം കാണുകയും വലിയ സാക്ഷ്യങ്ങളായിട്ടൊക്കെ പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ അറിയാതെ ചിരിച്ചു പോകാറുണ്ട്. കാരണം ദൈവം ഇതെല്ലാം ദാനമായി തന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഈ ലോകത്തിൽ. എന്നാൽ അറിയാതെ നാം ഒക്കെ പലപ്പോഴും ദൈവം തന്നിരുന്ന അനുഗ്രഹങ്ങളിലേക്ക് ആശ്രയിച്ചു പോകാറുണ്ട്. അപ്പൊ കർത്താവ് ഒരു ദൂത് തന്നു, ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടുവാനുള്ള അഭിഷേകം പ്രാപിക്കണമെന്ന്. ആ സെപ്റ്റംബറിൽ ആ ദൂത് കിട്ടി. ഡിസംബർ ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അരമുറുക്കുക, കൂടാരം മറക്കുക, യാത്രയ്ക്ക് തയ്യാറാവുക. എനിക്ക് അതിനു മുമ്പേ ഈ രാജ്യത്തേക്ക് വരാനുള്ള വിസായും എല്ലാം ഉണ്ടായിട്ടും ഞാൻ കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേര് എന്നെ നിരുത്സാഹപ്പെടുത്തി. ഒരിക്കലും എമിറേറ്റ്സ് പോലൊരു കമ്പനി വിട്ട് നീ പോകരുത്, കാനഡയിലേക്ക് പോയാൽ ജോലി കിട്ടത്തില്ല, ഒരുപാട് വിഷയങ്ങൾ വരും, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഇവിടെ നിന്നോ. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങയുടെ സമയമാണെങ്കിൽ ഞാൻ പോകും, അങ്ങ് പറഞ്ഞാൽ പോകും, അങ്ങ് പറയുന്നവരെ ഞാൻ ഇവിടെ നിൽക്കും. അങ്ങനെ ആ ഡിസംബർ മാസത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു ദൂത് തന്നു, അരമുറുക്കുക, യാത്രയ്ക്ക് തയ്യാറാവുക. ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി. ഞാൻ അവിടെ നിന്ന് ഈ രാജ്യത്തേക്ക് വന്നു. ഇവിടെ 6 ദിവസം മാത്രമേ ഞാൻ ചോദിച്ചു വാങ്ങിച്ചൊരു അവധിയിൽ ഇരിക്കേണ്ടി വന്നുള്ളൂ. അതിനുശേഷം ഹല്ലേലൂയ ശ്രേഷ്ഠകരമായി ദൈവം നടത്തി. എന്നാൽ ഞാൻ ജോലിക്കായി ജോയിൻ ചെയ്ത ആ കമ്പനിയിൽ 1ാമത്തെ ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. 2ാമത്തെ ദിവസം ജോലിക്കായി ചെല്ലുമ്പോൾ കാനഡയിലുള്ള കമ്പനി പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് നിനക്ക് ജോലി തരാൻ ഒക്കത്തില്ല, നിനക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല. നീ ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസിലായിരുന്നു, ഇവിടെ മാനുഫാക്ചറിംഗ് ആണ്, ആ ഒരു എക്സ്പീരിയൻസ് നിനക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇന്റർവ്യൂ നീ പാസ്സായത്, ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. കർത്താവ് എന്നോട് പെട്ടെന്ന് ആ ദൂതന്റെ ചെവിയിൽ തന്നു, ആഹാബുമാരെ അല്ല നീ നോക്കേണ്ടത്, അതിനു മുമ്പേ പോകാനുള്ള അഭിഷേകത്തെയാ. ഞാൻ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം, പക്ഷെ എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ അതിന്റെ ഡയറക്ടേഴ്സിനോട് സംസാരിച്ചു, അതിന്റെ മാനേജേഴ്സ്. ഞാൻ ഇപ്പോൾ കമ്പനിക്ക് അകത്താണ്, പുറത്തല്ല. അങ്ങനെ HR റൗണ്ട് ക്രോസ് ചെയ്യാതെ തന്നെ 2ാമതൊരു ഇന്റർവ്യൂ അവരെടുത്തു. ആ ഇന്റർവ്യൂവിലൂടെ
ആമേൻ അവിടുത്തെ ടീം ലീഡർ പൊസിഷനിലേക്ക് അവരെന്നെ തിരഞ്ഞെടുത്തു. ഒരിക്കലും എനിക്ക് യോഗ്യതയില്ല, ഒരിക്കലും എന്റെ എക്സ്പീരിയൻസ് അതിന് ക്വാളിഫൈ ചെയ്യത്തില്ല, ഒരിക്കലും ഒരു HR റൗണ്ട് ഞാൻ ക്രോസ് ചെയ്യത്തില്ല. HR ആദ്യമേ ഫിൽട്ടർ ചെയ്യും, ഇന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഹയറിംഗ് മാനേജറിലേക്ക് വിടും. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം തന്റെ ദൂത് ഈ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിന് മുമ്പിലൂടെ പോകുന്നതിന് മുന്നമേ നമ്മളെ അറിയിക്കും. ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ ദൂത് നമ്മെ ബലപ്പെടുത്തും, നമ്മളെ മേൽ അഭിഷേകമായി വ്യാപരിക്കും. ഈ അഭിഷേകം ആ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഇന്റർവ്യൂ കഴിഞ്ഞു. വിത്തിൻ 1 hour ജോലി ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് ആദ്യം തന്ന ജോലിയെക്കാട്ടിലും ഹയർ ലെവലിലൊരു പൊസിഷനിലേക്ക് ദൈവം മാറ്റി. അവിടെ നിന്ന് അങ്ങോട്ട് ദൈവം ശ്രേഷ്ഠമായി മാനിച്ചു. സീനിയർ പൊസിഷൻസിലേക്ക് വന്നു, മാനേജ്മെന്റിലേക്ക് വന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഇവിടെ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് കാണിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇതല്ല. എന്റെ ഉള്ളിൽ കർത്താവ് ഒരു പ്രത്യേക ജ്ഞാനത്താൽ നിറച്ചു. ഇതെല്ലാം ചവറാണ്. ഈ ലോകത്തിൽ നാം നേടുന്നതും പൊസിഷൻസും ടൈറ്റിലും ഇതെല്ലാം ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ ചവറം എണ്ണണം. ആമേൻ. അങ്ങനെ എണ്ണി അതിനുശേഷം ദൈവം വലിയ വ്യത്യാസങ്ങളെ അയച്ചു. ജോലിയിലുള്ള പാഷനോ, ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് മാറുമ്പോൾ അവിടെയും എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ആമേൻ പോകരുത്, ഇവിടെ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, ഇവിടെ ആർക്കും കിട്ടാത്ത ഭാഗ്യങ്ങളൊക്കെ നിനക്ക് കിട്ടിയിട്ടുള്ളത് വിട്ടുപോകരുത്. എന്നാൽ കർത്താവ് പറഞ്ഞു, സമയമായി അടുത്തിടത്തേക്ക് പോവുക. അടുത്തിടത്തേക്ക് യാത്ര ചെയ്തു. എന്നാൽ അവിടെ നിന്ന് ചില വ്യത്യാസങ്ങൾ അയച്ചു. കഴിഞ്ഞ ചില മാസങ്ങൾ ഞാൻ വളരെ ലോകപരമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതികൂലത്തിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നടത്തുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സമാധാനം അനുഭവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ കൂടെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നാം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിന് മുന്നമേ ദൈവം നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിന്റെ ദൂതുകളാൽ നിറയ്ക്കും. ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള വിത്ത് ദൈവം നേരത്തെ വിതച്ചിട്ടുണ്ട്. ആ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ഒരുക്കപ്പെടും, നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഒരുക്കപ്പെടും. ദൈവം മഴ അയക്കും. അപ്പോഴാണ് ദൈവത്തിന്റെ മഴ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുവരെ ലോകത്തിലെ ഒത്തിരി മഴയുണ്ട്, ഒത്തിരി പേർ നമ്മളെ സഹായിക്കും. ആമേൻ, ഹല്ലേലൂയ. ഒരുപാട് പേരുടെ വാക്കുകളുണ്ട്, അപ്രീസിയേഷൻസ് ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ മഴ, ദൈവത്തിന്റെ ഇന്റർവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ വരുന്ന ഫലം സ്വർഗീയമായിരിക്കും. ലോകത്തിന്റെ ആശംസകളും അപ്രീസിയേഷൻസും നല്ല വാക്കുകളും ഈ ലോകത്തിൽ നല്ലതെന്നൊക്കെ പറയുന്നത് കൊണ്ട് വരുന്ന ഫലത്തിന് അത് ഈ ലോകത്തിൽ നിന്നുള്ളതാ. എന്നാൽ ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു മഴയുണ്ട്. ഉയരത്തിൽ നിന്ന് വരുന്ന മഴ എന്റെ ജീവിതത്തിൽ ഫലം കൊടുക്കണമെങ്കിൽ എന്റെ ജീവിതം അതുപോലെ ഉടയപ്പെടണം, അതുപോലെ തകർക്കപ്പെടണം, അതുപോലെ ദൈവിക പദ്ധതിക്കായിട്ട് ഞാൻ ഓപ്പൺ ആകണം. ദൈവഹിതത്തിന് വേണ്ടിയൊക്കെ നാം പ്രാർത്ഥിക്കുന്നവരാണ്. നാം ഓരോരുത്തരും ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം അറിയാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ ജോലി, നമുക്കുള്ള ബാങ്ക് ബാലൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നാം അനുഭവിച്ച നന്മകൾ, ഇതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഒരു പോയിന്റ് വരുമ്പോൾ ദൈവം അതിനെയെല്ലാം ഓരോന്നായി കട്ട് ചെയ്തു മാറ്റും. ഒരല്പം മുറിവ്, അല്പം വേദന നമുക്ക് തോന്നുമെങ്കിലും പിന്നത്തേതിൽ മനസ്സിലാകും ശ്രേഷ്ഠമായത് പകരുവാൻ, ശ്രേഷ്ഠമായത് തരുവാൻ, ശ്രേഷ്ഠമായ വീഞ്ഞിനെ പകരുവാൻ ദൈവം അനുവദിച്ച കാലഘട്ടങ്ങളാ. അവൻ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതി വെച്ചു തിരുവചനത്തിൽ, അവൻ മുൻപും പിൻപും എന്നെ അടച്ചു, അവന്റെ കൈ എന്റെ മേൽ ഭാരമായി വെച്ചു. എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കി അതൊക്കെയും അത്യുന്നതന്റെ കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കി. യോസഫിനെ പറ്റി നാം വായിച്ചു. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു. നോക്കിയ സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായി. അവർക്ക് മുൻപായി അവർ ഒരാളെ അയച്ചു. യോസഫിനെ അവർ ദാസനായി വിറ്റു. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ശുശ്രൂഷിച്ച ഞാൻ പറഞ്ഞ അതേ കാര്യമാ. യോസഫിനെ ദാസനായി വിറ്റു എന്ന് ലോകം പറയും. എന്നാൽ സ്വർഗം എഴുതി വെച്ചു, എന്തുവാ? ആമേൻ, ഹല്ലേലൂയ, ഞാൻ അവർക്ക് മുൻപായി ഒരാളെ അയച്ചു. പ്രിയ സഹോദര സഹോദരി, മാതാവ്, പിതാവേ, നാം ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ ലോകത്തിന് പറയുവാൻ പലതും കാണും. കണ്ടില്ലേ അവൻ അങ്ങനെ പോയി, കണ്ടില്ലേ അവന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, കണ്ടില്ലേ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അവൻ കടന്നു പോകുന്നു, എങ്ങനെ ഇരുന്ന ഒരാളാണ്, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ സ്വർഗം പറയും, ഞാൻ അവനെ അവർക്ക് മുമ്പായി അയച്ചു. ഇന്ന് രാവിലെ കൂടെ ഞാനും ഹല്ലേലൂയ എന്റെ ഭാര്യയും ഞങ്ങൾ ഈ മുറിയിൽ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ കർത്താവ് ഹല്ലേലൂയ ഫേവറിലൂടെ
ബന്ധപ്പെട്ടൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, ശരിയാ. അവൻ യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ യൂദാസിനെ ദൈവം കണ്ടു. അവൻ ഒരുപക്ഷെ യൂദാസ് ഒറ്റുകൊടുത്തു, കാര്യം ശരിയാ. അവൻ കർത്താവ് ഒറ്റപ്പെട്ടു, അവൻ കർത്താവ് ബിട്രേ ചെയ്യപ്പെട്ടു, ചതിക്കപ്പെട്ടു, ക്രൂശീകരണത്തിലൂടെ പോയി. എന്നാൽ റിസറക്ഷനിലൂടെ കർത്താവ് പുറത്തു വന്നു. എന്നാൽ എന്താണ് യൂദായ്ക്ക് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ശരിയാ, ചിലപ്പോൾ ലോകം പറയും, കണ്ടില്ലേ എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ സ്വർഗത്തിനൊന്ന് പറയാനുണ്ട്. സ്വർഗം പറയുക, ഞാൻ അവർക്ക് മുൻപായി ഒരാളെ അയച്ചു. ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുവാൻ അവൻ അനുമതി കൊടുത്തു. ജാതികളുടെ അധിപതി. എന്നാൽ ഒരു സമയമാകുമ്പോൾ അവൻ ആളയക്കും. ആരാ ആളയക്കുന്നത്? ഈ ലോകത്തിലെ ഏത് അധിപതികൾ നിന്നെ ബന്ധിക്കുവാൻ പിശാച് ഉപയോഗിച്ചു, അവന്റെ മുകളിലുള്ള അധികാരത്തെ ദൈവം അയക്കും. ഏതു മേഖലയിൽ എന്നെയും നിന്നെയും ബന്ധിക്കുവാൻ, ഹല്ലേലൂയ, എന്നെയും നിന്നെയും തകർക്കുവാൻ, എന്നെയും നിന്നെയും നിരാശപ്പെടുത്തുവാൻ പിശാച് ഉപയോഗിച്ചുവോ, അത് ആത്മീക മണ്ഡലങ്ങളായിരിക്കാം, ശാരീരിക മേഖലകളായിരിക്കാം, സാമ്പത്തിക മേഖലകളായിരിക്കാം, വിദ്യാഭ്യാസ മേഖലകളായിരിക്കാം, കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, ഏതെല്ലാം മേഖലകളിലാണോ അതിനു മുകളിൽ അധികാരമുള്ളവനെ ആമേൻ സ്വർഗം അയക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം വളരെ വളരെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നമ്മളെ കടത്തിവിടുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം. പ്രിയ ബ്രദറിന്റെ അനുഭവത്തിലൂടെ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നോക്കിയേ, ഒരിക്കലും ഹല്ലേലൂയ കണ്ടിട്ടെല്ലാം പാടില്ലാത്തവരെ ദൈവം ബന്ധിപ്പിക്കും. അവൻ ഒരിക്കലും പരിചയപ്പെടാൻ സാധ്യമില്ലാത്തവരെ ദൈവം കൊണ്ടുവരും. അവൻ ഒരിക്കലും ഹല്ലേലൂയ ഒരു സാധ്യതയുമില്ലാത്ത മേഖലകളിലൂടെ ദൈവം വഴി തുറക്കും. എപ്പോൾ? ദൈവത്തിന്റെ സമയമാകുമ്പോൾ. അവൻ അതിനുവേണ്ടി നാം ഒരു ചെറുവിരൽ പോലും പലപ്പോഴും ഉയർത്തേണ്ടി വരത്തില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഷോർട്ട് കട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കർത്താവ് എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഇന്നതൊക്കെ സംഭവിക്കും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചില എഫേർട്ടൊക്കെ എടുക്കും ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയാകാൻ. ചില ഷോർട്ട് കട്ടൊക്കെ നാം ട്രൈ ചെയ്യും. എന്നാൽ അതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. അതൊക്കെ നമുക്ക് നഷ്ടമായി തീരത്തേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി മനുഷ്യന്റെ ഷോർട്ട് കട്ട് ദൈവത്തിന് ആവശ്യമില്ല. God doesn't need an earthly support to fulfill his heavenly assignments. ദൈവത്തിന് സ്വർഗത്തിൽ എന്നെയും നിന്നെയും കുറിച്ച് പദ്ധതിയിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവിക പ്ലാനുകൾ നിറവേറ്റപ്പെടുവാൻ എപ്പോഴും ഓർത്തിരിക്കണം, ഈ ലോകത്തിന്റെ സപ്പോർട്ട് ദൈവത്തിന് ആവശ്യമില്ല. അവൻ ഓർഡർ ചെയ്യും, ഈ ലോകത്തിലുള്ളവർ അനുസരിക്കും. അത് അധിപതിയായാലും രാജാവായാലും അവരനുസരിച്ചേ മതിയാകത്തുള്ളൂ. എന്നാൽ നാം അനുസരിക്കാൻ തയ്യാറാണോ? ഞാൻ എമിറേറ്റ്സിൽ നിന്ന് വിടുന്ന സമയത്ത് എന്നോട് എന്റെ സീനിയർ മാനേജർ, ഒരു ബ്രിട്ടീഷുകാരനാണ്, ക്രിസ് ബെൽഹാം. പലർക്കും എമിറേറ്റ്സ് ഉള്ളവർക്ക് അറിയാം. അദ്ദേഹം സ്റ്റാൻലി, നിനക്ക് എന്താണ് ആവശ്യം? പ്രൊമോഷൻ ആണോ, മറ്റേതെങ്കിലും രീതിയിലുള്ള അലവൻസോ മറ്റു കാര്യങ്ങളൊക്കെ താൻ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് ഉയരത്തിൽ നിന്നൊരു ഓർഡർ ഉണ്ട് സർ. ഐ ഹാവ് എൻ ഓർഡർ ഫ്രം എബവ് ആൻഡ് ഐ ഹാവ് ടു ഗോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണ്. എന്നാൽ നാം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണോ? കർത്താവിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ശുപാർശയും ഇല്ലാതെ, ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ ലോകത്തിൽ ആരുടെയും ഹല്ലേലൂയ നാം പ്രതീക്ഷിക്കുന്ന വഴികളിലും ആശ്രയിക്കുന്ന രഥങ്ങളിലും അല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കും. ഏത് മേഖലകളിൽ ഇന്ന് നിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നോ, ഒരുപക്ഷെ ദൈവം അനുവദിച്ചിട്ട് നമ്മൾ ചിലതിലൂടെ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ഓർക്കും, ഒരുപക്ഷെ ഈവൻ ആത്മീയ വിഷയങ്ങളിലായിരിക്കാം, ആത്മീയ വിഷയങ്ങൾ പോലും നാം പലപ്പോഴും ഒരു മേഖലയ്ക്ക് അപ്പുറത്ത് പോകുവാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കർത്താവിൽ ആശ്രയിക്ക്. കർത്താവിൽ ആശ്രയം വെച്ച് സമാധാനത്തോടെ ഇരിക്ക്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ആത്മീക മേഖലകളിൽ പോലും ദൈവം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മെ കയറ്റിവിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, ദൈവത്തിന്റെ ആലോചനയുണ്ട്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പലപ്പോഴും നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് അടുത്ത ലെവലിലേക്ക് കടന്നു പോകാൻ കഴിയാത്തത്? ഇന്ന് നീ ദൈവസന്നിധിയിലാണോ? ദൈവസന്നിധിയിൽ സന്തോഷിക്ക്, ദൈവസന്നിധിയിൽ ആശ്രയിക്ക്, കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്ക്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ എല്ലാ ബൗണ്ടറികളെയും അവൻ ഭേദിക്കും. ആർക്കും അതിനെ തടഞ്ഞു വെക്കാൻ ഒക്കത്തില്ല. എന്നാൽ ചിലപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില ആക്രമണങ്ങൾക്ക് മുമ്പിൽ ഒരുപക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ദൈവം അറിയുന്നത് കൊണ്ട്, പിശാച് ഒരുക്കി വെക്കുന്ന കണികൾ മുന്നമേ അറിയുന്ന ദൈവം പലപ്പോഴും നമ്മെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ തടയും.
എന്നാൽ ഗാഡ്സ് ഡിലേസ് ആർ പർപ്പസ്ഫുൾ. ദൈവത്താൽ വരുന്ന താമസങ്ങൾ എപ്പോഴും പർപ്പസ്ഫുൾ ആയിരിക്കും. അതിനകത്തൊരു പദ്ധതിയുണ്ട്. ഒന്ന് ഓർത്തുനോക്കി, യോസേഫ് എന്ത് തെറ്റാ ചെയ്തത്? ദർശനം കിട്ടി, അതാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ ഇന്ന് അവൻ എവിടെയാണ്? ഇന്ന് അവൻ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും സമാധാനത്തോടെ ഇരിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഇന്ന് ഹല്ലേലൂയ തുറന്നുള്ള നിമിഷങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നമുക്ക് ദൈവ സാന്നിധ്യവും ദൈവ പദ്ധതിയും ആണ് ഞാൻ അതിലൂടെയാണ് പോകുന്നതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകും? അതിനാണ് നമ്മുടെ ഈ മീറ്റിംഗിന്റെ ടോപ്പിക്ക് തന്നെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോലും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ പാസ്റ്റർക്കോ ആർക്കും ആശ്വസിപ്പിക്കാനോ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ പോയെന്നിരിക്കാം. അവിടെ എന്റെ അകത്തെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ബലം ദൈവം പകരും. നമ്മുടെ ഉള്ളിൽ അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചു തുടങ്ങും, മകനെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ 3 പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന 3 പ്രാർത്ഥനകളാണ്. ഒന്ന്, നമ്മുടെ ഈ മീറ്റിംഗിന്റെ ടോപ്പിക്ക് തീം തന്നെയാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ നാം പ്രാർത്ഥിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിക്കണം, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഒന്നാമത്തെ പ്രാർത്ഥന. 2, ആത്മാവിലുള്ള ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം ഇൻ സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, ആത്മാ മനുഷ്യൻ സ്വതന്ത്രനല്ലെങ്കിൽ നാം ഒത്തിരി ഞരങ്ങും. ആത്മാ മനുഷ്യൻ, നമ്മുടെ സ്പിരിറ്റിന് ഒരു ഫ്രീഡം ഇല്ലെങ്കിൽ ഇനി 100 ആരാധനകൾ കൂടിയാലോ 50 വർഷം ഒരു ചർച്ചിൽ പോയിരുന്നാലോ ഹല്ലേലൂയ എന്തെല്ലാം ചെയ്താലോ എത്ര പാട്ടുകൾ പാടിയാലോ എത്ര പ്രസംഗങ്ങൾ പ്രസംഗിച്ചാലോ എത്ര ഉപവാസ പ്രാർത്ഥനകൾ നാം പങ്കെടുത്താലോ എന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്റെ ആത്മാവുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കും. ഒന്ന് ചോദിച്ചേ, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, എത്രയോ പ്രാർത്ഥനകൾക്കപ്പുറവും പലപ്പോഴും നമ്മുടെ ആത്മാവ് ഒരു ഞരക്കത്തിലല്ലേ? വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മാവ് ബന്ധിക്കപ്പെടുന്നു പലതിനോടും പലതിനാലും. സ്പിരിച്വൽ ഫ്രീഡം, ഈ ഫ്രീഡം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവാകുന്ന ദൈവത്തിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവാകുന്ന ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ, ആത്മാവാകുന്ന ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് ഫ്രീ ആയിരിക്കണം. there is a spiritual freedom. നമ്മുടെ അകത്തെ മനുഷ്യരുണ്ടാകുന്ന സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നാം ഞരങ്ങിക്കൊണ്ടിരിക്കും. 3, pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. Teach us to receive your blessings and take rest in your blessings and promises. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ റിസീവ് ചെയ്യുവാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. നമുക്ക് നിങ്ങളോട് പിണങ്ങുമായിരിക്കാം, പറയട്ടെ, നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ റിസീവ് ചെയ്യാൻ അറിയത്തില്ല. എന്റെ ജീവാനുഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കയ്യിൽ പലതും വെച്ചിരിക്കുക, ഞാൻ പലതും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ റിസീവ് ചെയ്യുവാൻ നമ്മൾ അറിയാതെ പോകും, നാം മറന്നു പോകും, നാം ശ്രദ്ധിക്കാതെ പോകും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഒന്ന് പ്രാപിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതോടൊപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലും റെസ്റ്റ് എടുക്കുവാൻ, വിശ്രമിക്കുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. എങ്ങനെയാ അതിൽ വിശ്രമിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാഹചര്യം നോക്കിയേ. ഇന്ന് നിങ്ങൾ എവിടെയാണ്? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ കടന്നു പോകുന്നത്? ഇന്നത്തെ നിങ്ങളുടെ ആഹാരം നിങ്ങൾക്ക് ലഭിച്ചോ? ഇന്ന് നിങ്ങൾക്ക് താമസിക്കുവാൻ ഒരു സ്ഥലമുണ്ടോ? അതിൽ നിങ്ങൾ സ്വസ്ഥമായിരിക്കാൻ ഒന്ന് പഠിക്കണം. നാളെ ഓർത്തല്ലേ നമ്മൾ ഈ ഭാരപ്പെടുന്നത്? നാളെ എന്താകും? നാളെ എനിക്ക് എന്ത് കിട്ടും? ഇന്നത്തെ അനുഗ്രഹങ്ങൾ, ദൈവം തന്നിട്ടുള്ള സ്വസ്ഥതയിൽ ഒന്ന് സ്വസ്ഥമായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ഞങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങളിൽ വിശ്രമിക്കുവാനും ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എപ്പോഴും സ്വസ്ഥനായിരിക്കണം. നീ ഭ്രമിച്ചു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. പ്രശ്നം വരും. ആർത്തലയ്ക്കുന്ന കടലാണെങ്കിലും കൊടുങ്കാറ്റ് ഇളകി വരുമ്പോഴും കർത്താവ് അതിനെ ശാസിക്കുന്നതിന് മുന്നമേ എന്താ ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഭീരുക്കളാകുന്നത്? നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. എന്നിട്ടാ കാറ്റിനെയും കടലിനെയും ശാസിച്ചത്. കാറ്റും കടലും അടങ്ങുന്നതല്ല എന്റെ സ്വസ്ഥതയ്ക്ക് കാരണം. എന്റെ സ്വസ്ഥതയ്ക്ക് കാരണം യേശു എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എത്ര പേർക്ക് ആ മർമ്മം മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എന്റെ ജീവിതത്തിൽ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും കാരണം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുന്നതോ, ഞാൻ ആഗ്രഹിച്ച പ്രാർത്ഥനകളുടെ മറുപടി കിട്ടുന്നതോ, അതോ എന്റെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ തീരുന്നതോ അല്ല എന്റെ സ്വസ്ഥതയ്ക്ക് കാരണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, നാം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുവാൻ. രണ്ട്, പ്രാർത്ഥിക്കണം ആത്മാ മനുഷ്യൻ സ്വതന്ത്രനാകണം. നമ്മുടെ ആത്മാ മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, പുറകോട്ടം തിരിഞ്ഞു നോക്കിയേ, നമുക്ക് തിങ്കളാഴ്ച പ്രാർത്ഥന ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, ശനിയാഴ്ച പ്രാർത്ഥന, തിങ്കളാഴ്ച പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഉപവാസം, പിന്നെ 3 ദിവസത്തെ ഉപവാസം, പിന്നെ 7 ദിവസത്തെ ഉപവാസം. ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷെ എത്ര പേർ ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ഇരുന്നിട്ടുണ്ട്? എത്ര പേരുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകളുടെ പേരിൽ ഒരുപക്ഷെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്? ആവശ്യത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ സമയം ചെലവഴിക്കാൻ കഴിയാതെ, ജോലി 8-10 മണിക്കൂർ ജോലി, അതിനുശേഷം നിർബന്ധത്താൽ, ഭയത്താൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ഉപവാസങ്ങളും ഭയം മുഖാന്തരവും മനുഷ്യനെ പ്രസാദിപ്പിക്കാനുമുള്ള ആചാരങ്ങൾ കൂടുമ്പോൾ നാം അറിയാതെ നമ്മുടെ ആത്മാവ് ഗ്രീവ് ചെയ്യുക, നമ്മുടെ ആത്മാവ് ഞരങ്ങുകയാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾ എന്നോട് സമ്മതിച്ചാലും ഞാൻ ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഓടിയിട്ടുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ, പാസ്റ്ററെ പ്രസാദിപ്പിക്കുവാൻ, പ്രസ്ഥാനത്തെ പ്രസാദിപ്പിക്കുവാൻ, ആളുകളുടെ മുമ്പിൽ കയ്യടി കിട്ടുവാൻ, ആളുകൾ നല്ലതെന്ന് പറയുവാൻ, ആളുകളുടെ മുമ്പിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുവാൻ ഒക്കെ ഒത്തിരി ഓടിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവ് ഞരക്കത്തിലായിരുന്നു. എത്രയോ ഭവനങ്ങളിൽ ഭർത്താക്കന്മാരുടെ അമിതാവേശം കാരണം ഭാര്യമാർ ഞരക്കത്തിലൂടെ പോകുന്നുണ്ടെന്നറിയാമോ? എത്രയോ ഭവനങ്ങളിൽ ഭാര്യമാരുടെ അമിത ആവേശം കാരണം ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും വലിയ ആത്മഞരക്കത്തിലൂടെ, വലിയ സ്ട്രെസ്സിലൂടെ പോകുന്നുണ്ടെന്നറിയാമോ? എനിക്കറിയത്തില്ല എത്ര പേർ ഇതിനെ അംഗീകരിക്കുമെന്ന്. ആത്മാവ് ഞരങ്ങുമ്പോൾ, പ്രിയപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവ് ഞരക്കത്തിലൂടെ പോകുമ്പോൾ നാം അറിയാതെ എവിടെയൊക്കെയോ അടിമത്തത്തിലാണ്. പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞു, എന്റെ മുഖം മൃദുവും അത് ലഘുവുമാ, എന്റെ അടുക്കൽ വന്ന് എന്നോട് ചേർന്ന് പഠിപ്പീൻ. എന്നാൽ മനുഷ്യർ വെക്കുന്ന മുഖം ഉണ്ടല്ലോ, അത് കഠിനമാണ്. നീ അത് സമ്മതിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും അറിയാതെ ആത്മീയ ലോകത്ത് അനേകം അടിമത്തത്തിലായിരുന്നു. അവരുടെ ആത്മാവിന്റെ ഞരക്കം സ്വർഗത്തിലെത്തി. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജനത്തിന്റെ ശബ്ദം നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു, നീ അവരെ പോയി വിടുവിക്കണം. പ്രിയപ്പെട്ടവരെ, നാം നെടുവീർപ്പോടുകൂടിയും നിരാശയോടുകൂടെയും ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ, അത് ആത്മീയ വിഷയമായിക്കൊള്ളട്ടെ, സാമ്പത്തിക വിഷയമായിക്കൊള്ളട്ടെ, ശാരീരിക മാനസിക മേഖലകളിൽ നമ്മുടെ ആത്മാവ് ഞരങ്ങുമ്പോൾ, നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ആ ആത്മാവിന്റെ ഞരക്കം ആത്മാക്കളുടെ ഉടയവനായ ദൈവസന്നിധിയിൽ ചെന്നെത്തും. പ്രിയപ്പെട്ടവരെ, ഞാൻ മുഖാന്തരം എന്റെ പ്രിയപ്പെട്ടവർ ഞരക്കം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെന്ന് ഞാൻ കരുതുന്നവർ എന്നെ ആത്മീയമായ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, എന്റെ ഉള്ളിൽ ഞരക്കുന്ന ആത്മാവിന്റെ രോദനം സ്വർഗത്തിലെത്തും. അങ്ങനെ ആത്മാക്കളുടെ രോദനം കൂടിക്കൂടി വന്നപ്പോൾ, ആത്മീയ ചൂഷണങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നത് കൂടി വന്നപ്പോൾ, സ്വർഗം ഒരു തീരുമാനമെടുത്തു, എല്ലാത്തിനും ഒരു ബ്രേക്ക് ഇടാൻ കുറച്ചു കാലത്തേക്ക്. ഇതിലാരും നമ്മെ നേരിട്ട് കുറ്റക്കാരാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അറിയാതെ സാഹചര്യങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, ലോകത്തിന്റെ ഒഴുക്ക്, സഭയുടെ പോക്ക്, ഇതെല്ലാം മനുഷ്യനെ ഞരക്കത്തിലേക്ക് വിട്ടു. പുറമെ സന്തോഷിക്കുമ്പോഴും ആത്മീയതയുടെ പേരിൽ നിർവൃതി അടയുമ്പോഴും, മാനസികമായ സന്തോഷങ്ങളൊക്കെ നിമിഷ നേരത്തേക്ക് ഉണ്ടാകുമ്പോഴും അറിയാതെ അവന്റെ മനുഷ്യൻ ഞരങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി ദൈവത്തിൽ നിന്നുള്ള ആത്മീയ സന്തോഷം പ്രാപിച്ചാൽ അത് 2 മണിക്കൂർ ചർച്ചിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, അത് 1 മണിക്കൂർ പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമല്ല എന്നിൽ നിലനിൽക്കേണ്ടത്, അത് വർഷിപ്പ് നടക്കുമ്പോൾ മാത്രമല്ല ഞാൻ സന്തോഷിക്കേണ്ടത്, അതിനുശേഷമുള്ള എന്റെ അടുത്ത 6 ദിവസങ്ങളിലും അടുത്ത മണിക്കൂറുകളിലും ഞാൻ അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഉപരിതലം മാത്രമാ. എന്റെ ആത്മാവ് ഞരങ്ങുകയാ. അറിയാതെ അടിമത്തത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ആത്മീയരെന്ന് പറയുന്നവർക്ക്, ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുന്നു, എന്റെയും നിന്റെയും ആത്മാവിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച ഭാഗമാണ്. ആമേൻ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3-ലുണ്ട്. ആമേൻ, 3:16 കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ 3 പടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:17
ആമേൻ, ഹല്ലേലൂയ. യോഹന്നാന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇനി നീ അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. അവൻ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാ കർത്താവ് പറഞ്ഞത്. യഹൂദന്മാർ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യമായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ വിശ്വസിച്ച യഹൂദന്മാരോടും കർത്താവ് പറയുക, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചു, നിങ്ങൾ വലിയ തീരുമാനമായി എടുത്തത്, നിങ്ങളുടെ ജീവൻ വരെ പോകാൻ സാധ്യതയുള്ള കാര്യമാണ്. അതൊക്കെ ശരിയാണെങ്കിലും ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ വാസ്തവമായി എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ആത്മാവിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവാകുന്ന ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനും എന്റെ പിതാവും തമ്മിൽ നല്ല ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒക്കത്തുള്ളൂ. ഞാനും എന്റെ കുഞ്ഞും തമ്മിൽ ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ടാ എന്റെ മനസ്സ് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ മറ്റു പല ബന്ധങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടണം. നമുക്കറിയാം, ഒരു വീട്ടിൽ മാതാപിതാക്കൾ, നമ്മൾ പലരും മാതാപിതാക്കളാണ്. നാം മക്കളായി ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ഒരു കാലത്ത് നാം നമ്മുടെ പിതാക്കന്മാരും മാതാക്കളോട് വലിയ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു, അല്ലെ? അന്ന് ലോകത്തിൽ വേറെ ഒന്നും അവരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല. എന്നാൽ ഒരു സമയം വന്നപ്പോൾ കർത്താവിന്റെ വചനം ഇങ്ങനെ എഴുതി വെച്ചു, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോൾ അന്ന് മുതൽ ഹല്ലേലൂയ, നാം വേറൊരാളുമായി, ഭാര്യയോ ഭർത്താവുമായി നമ്മുടെ ആത്മമനുഷ്യൻ ബന്ധപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി നമ്മൾ ഒരു ബന്ധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് വരും. പിന്നെ പേരൻസിനോടുള്ള സംസാര രീതികൾ, മറ്റ് ബന്ധങ്ങളിലൊക്കെ അറിയാതെ കുറച്ച് ബന്ധങ്ങൾ നാം വിട്ടുപോകും. പിന്നീട് നമ്മുടെ ജീവിതം വേറെ ആയി പോവുകയാണ്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായിരിക്കുമ്പോൾ, അവൻ ആത്മാവായിരിക്കുമ്പോൾ, നമ്മുടെ ആത്മമനുഷ്യൻ ഈ ലോകത്തിലെ ഏതെങ്കിലും അടിമത്തത്തിലാണെങ്കിൽ, ഏതെങ്കിലും മാനുഷിക ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെട്ട് കിടക്കുകയാണെങ്കിൽ, സ്വർഗത്തിലെ പിതാവായ ദൈവത്തോടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറയും. പലപ്പോഴും നിർഭാഗ്യവശാൽ മതമാണ് നമ്മളെ അടിമയാക്കുന്നത്. പലപ്പോഴും റിലീജിയനാണ്, പലപ്പോഴും ഡിനോമിനേഷണൽ സ്പിരിറ്റ്സ് ആണ്, പലപ്പോഴും സഭാ നേതൃത്വങ്ങൾ മനുഷ്യനെ അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ ആത്മമനുഷ്യന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് സംവദിക്കുവാൻ കഴിയാതെ വരുന്നു. എപ്പോഴെങ്കിലും ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ട് ലോകത്തിന്റെ പദ്ധതികൾ എന്നിൽ വരുമ്പോൾ ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണം എന്നിൽ സംഭവിക്കാതെ പോകും. കാരണം അവൻ പിതാവാ, അവൻ നമ്മെ നിർബന്ധിക്കത്തില്ല, നമ്മെ വേദനിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ഇറങ്ങി വരും. ദൈവം ചിലതിനെ കട്ട് ഓഫ് ചെയ്യും. ഒരല്പം വേദന നമുക്ക് തോന്നും, എന്നാൽ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാകും, കർത്താവെ അങ്ങ് നന്മയ്ക്കായിട്ടാ ചെയ്തത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ ഒരു ഞരക്കത്തിലൂടെ പോകുന്നെങ്കിൽ, ഒരുപാട് കാര്യമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതും ഇതുമെല്ലാം ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാ മനുഷ്യൻ ഞരങ്ങുകയാണെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായി ദൂത് പറയുകയാണ്, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഏതെല്ലാം മേഖലകളിൽ നിന്ന് വിടണമോ അത് വിടുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. ഏതെല്ലാം മേഖലകളിൽ നോ പറയണമോ അവിടെ നോ പറയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ നിറവേറപ്പെടുന്നതിന് അനിവാര്യമാണ്. ദൈവം കുറെ കാത്തിരിക്കും. ചിലപ്പോൾ ദൈവം പറയും, എന്നാ ഇനി വേണ്ട, ആ പദ്ധതിയെ ഞാൻ മാറ്റുകയാണ്. എന്നാൽ ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില മേഖലകളെ ദൈവം കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് നമ്മെ അവനോട് ചേർത്തൊട്ടിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇറ്റ് ഈസ് പെയിൻഫുൾ. ചില സമയങ്ങളിൽ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. അതിൽ നാം ക്ഷീണിച്ചു പോകരുത്, അതിൽ നാം തളർന്നു പോകരുത്. കർത്താവിന് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം, ഇന്ന് പ്രഭാത വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥിക്കട്ടെ, കർത്താവെ എന്റെ ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യം തരണമേ. നമ്മുടെ ആത്മാവ് കലുഷിതമായിരുന്നാൽ നാം ഒന്നും പറയുന്നത്, ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ള ടോപ്പിക്സ് വളരെ ശ്രദ്ധ വേണ്ടുന്ന ടോപ്പിക്സ് ആണ്, അല്ലെ? നിങ്ങൾ പലരും നല്ല മിടുക്കരായി പഠിച്ചവരായിരിക്കാം. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിട്ട് നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരുന്നാൽ ആ ക്ലാസ് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് പുതിയ പുതിയ തിയറീസ് പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ സൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ അധ്യാപകർ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശ്രദ്ധയോടെ ഇരുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും. ഇതുപോലെ നമ്മുടെ ആത്മ മനുഷ്യൻ ഞരങ്ങുകയാണെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ ബുദ്ധിമുട്ടായി വരും. നമ്മിൽ തന്നെ നമ്മൾ കൺഫ്യൂഷനാണ്, നമ്മിൽ തന്നെ ഞരക്കമാണ്. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കുവാൻ
ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്യം കൂടെ മാത്രം വായിച്ച് ഞാനിവിടെ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഫിലിപ്പിയർ 4:8-9, അതിന്റെ 7 മുതൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതും കനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെ ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അതിന് 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ളത് ചിന്തിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നാം ചിന്തിക്കേണ്ടത് എന്താ? സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ചല്ല, സംഭവിച്ച പരാജയങ്ങളെ കുറിച്ചല്ല, സംഭവിച്ചു പോയ വിഷയങ്ങളെ കുറിച്ചല്ല. പിന്നെ എന്തിനെ പറ്റിയാണ് നമ്മുടെ ചിന്തയിൽ ഇരിക്കേണ്ടത്? സത്യം, ഘനം, നീതി, നിർമ്മലം, സൽകീർത്തി, സൽഗുണം, പുകഴ്ച, ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ സകലതിനെ കർത്താവ് വൈപ്പ് ചെയ്ത് മാറ്റി. അവൻ സകലതിനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. ഇനി നീ അതിനെപ്പറ്റി ഒന്നുമല്ല ഓർക്കേണ്ടത്. സൽഗുണമായത്, പുകഴ്ചയായിട്ടുള്ളത് നിന്റെ ചിന്തയിൽ ചിന്തിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനിലേക്ക് നോക്കിയേ. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ, ഒരു നിങ്ങളുടെ മുറിയിലായിരിക്കാം, നിങ്ങളുടെ ലിവിംഗ് റൂമിലായിരിക്കാം, ചിലർ ഡ്യൂട്ടിയിലുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഭാരപ്പെടുന്ന പല വിഷയങ്ങളും റിയാലിറ്റി അല്ല, നമ്മുടെ ചിന്തകളിലാണ് ഈ പ്രോബ്ലംസ് നടക്കുന്നത്. എന്നാൽ അപ്പോസ്തലൻ എഴുതി വെച്ചു, നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയുള്ളതാ? നഷ്ടപ്പെട്ടതിനെ ഓർത്തോ, തകർന്നു പോയതിനെ ഓർത്തോ, പരാജയപ്പെട്ടതിനെ ഓർത്തോ ഒന്നുമല്ല. സൽഗുണമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത്, ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളായിട്ട് ഓരോന്നിനെ തിരിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കട്ടെ. ഈ ദിവസങ്ങൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ നമ്മൾ ശ്രേഷ്ഠമായതിനെ ചിന്തിക്കുകയാണെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കും. അതാണ് അതിന്റെ 8-ാം വാക്യം 9-ാം വാക്യത്തിൽ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സമാധാനത്തിന്റെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകളെ മാത്രം നാം ഓർക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുക, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പ്ലാനുകളെ ഓർക്കുകയാണെങ്കിൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ആ 2-3 വാക്കുകൾ ഞാൻ എടുത്തോർപ്പിച്ചോട്ടെ. നിങ്ങളുടെ ചിന്തകളിൽ സൽഗുണമായത് ചിന്തിക്കട്ടെ, പുകഴ്ചയായത് ചിന്തിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അതിന്റെ 4:13 ഇങ്ങനെയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫെലോഷിപ്പ് ഇസ് സോ ഇമ്പോർട്ടന്റ്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, നാം ഏകരായി പ്രാർത്ഥിക്കുമ്പോഴും നാം ദൈവവചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തുമെങ്കിലും നമ്മുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. എന്നാൽ ഇന്ന് ഈ കൂട്ടായ്മയിൽ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ പലരെയും തമ്മിൽ അറിയത്തില്ലെങ്കിൽ പോലും പൗലോസ് പറയുകയാണ്, എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ, ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പിന് ഭയങ്കര പവർ ഉണ്ട്. ഇന്ന് ഇതിനകത്ത് ഒരുപാട് പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എന്നോട് പേഴ്സണലി അറിയിച്ചിട്ടുള്ളവരുണ്ട്. അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ചിലർ അവരുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി അനേക പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ചിലരുടെ പിന്മാറ്റ അവസ്ഥകളിൽ ചിലർ മടങ്ങി വരുവാൻ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മെഡിക്കൽ ആയിട്ട് ചില ഇഷ്യൂസ് ഉള്ളവർ ഇതിനകത്തുണ്ട്. ചില അപ്പോയിന്റ്മെന്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മീയ മണ്ഡലത്തിൽ അടുത്ത ലെവലിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാമ്പത്തിക മേഖലകളിൽ അൺസർട്ടനിറ്റീസിൽ, അനിശ്ചിതത്വത്തിൽ ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം കളക്റ്റീവായിട്ട് ഒരു ഫെലോഷിപ്പ്, ഹല്ലേലൂയ, ഒരു കൂട്ടായ്മ, പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3 പ്രാർത്ഥനകൾ നാം ഓർത്തിരിക്കട്ടെ. 3-ാമത്തെ വിഷയത്തിലേക്ക് ഇനി കടക്കാൻ ഇന്ന് സമയമില്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനെന്ന് പഠിപ്പിക്കണമേ. ഇത് പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ നിന്ന് ചിലത് മാറണം. നാം പിടിച്ചു വെച്ചിരിക്കുന്ന ചില പിടികൾ വിടണം. ഈ ലോകത്തിലെ മറ്റ് പലതിനെ നാം ആശ്രയിക്കുന്നത് നിർത്തണം. അതെല്ലാം നീങ്ങിപ്പോകും. ഇന്ന് ലോകത്തിൽ കാണുന്ന രഥങ്ങൾ, രഥചക്രങ്ങൾ, ആഹാബുമാർ, പ്രശസ്തിയുള്ളത്, ശ്രേഷ്ഠമെന്ന് ലോകം പറയുന്നതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിയും എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങൾ, കഴിഞ്ഞ മാസങ്ങൾ നാം മനസ്സിലാക്കി. അതിലല്ല ആശ്രയിക്കേണ്ടത്. ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ നാം പ്രാപിക്കണം, നാം പഠിക്കണം. അതെന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കാം. ലോകത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്സിനേക്കാൾ കൂടുതൽ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അത് ദൈവികമാണ്, അത് ആത്മീകമാണ്, അത് ശ്രേഷ്ഠമായിരിക്കും. അതിനെ പ്രാപിക്കുവാൻ ഒന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ
ഇന്ന് ദൈവം തന്നിട്ടുള്ള ബ്ലെസ്സിങ്സിൽ ഒന്ന് റെസ്റ്റ് എടുക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്രകാരം തന്നെ വീണ്ടും ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ഇരുന്നാൽ, നിങ്ങളുടെ ആത്മാവ് ഞരങ്ങാതെ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നാൽ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നടക്കുവാനിടയായി തീരും. ആത്മാവിന് സ്വാതന്ത്ര്യമുള്ളിടത്ത്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വതന്ത്രമായാൽ മാത്രമേ നിന്നിലൂടെ ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. നിന്നെ ഞെരുക്കിക്കളയുന്ന മുള്ളും പറക്കാരെയും നിനക്ക് ചുറ്റും വളർന്നാൽ ഒരിക്കലും നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. നിന്റെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന വിത്ത് ആമേൻ ഹാലലുയ കഠിനതയുള്ള ഒരിക്കലും പാറപ്പുറം പോലെയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഫലം പുറപ്പെടുവിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം നിന്നെ ഉടയ്ക്കുന്നത്. ആമേൻ ആമേൻ. അങ്ങനെ നല്ല നിലമാകുമ്പോൾ ശ്രേഷ്ഠമായ ഫലം എന്നിലൂടെയും നിന്നിലൂടെ പുറത്തു വരാൻ കഴിയും. അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം വളർന്ന് വലുതായി ഫലം പുറപ്പെടുവിക്കുന്ന പോലെയാ. എന്താ ആത്മാവിന്റെ ഫലങ്ങൾ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഫലോപകാരം, ഇന്ദ്രജയം. അവൻ ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരും. സത്യവും നീതിയും വെളിച്ചവുമല്ലോ ആത്മാവിന്റെ ഫലം. ഇത് പുറത്തു വരുവാനിടയായി തീരും. ഇത് പുറത്തു വരണമെങ്കിൽ എന്റെ ആത്മ മനുഷ്യൻ വളരണം. നിർഭാഗ്യവശാൽ ആത്മ മനുഷ്യനെ ഞെരുക്കിക്കളന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നത്. ദൈവം അതിനെ എല്ലാം ഉടച്ചു. ദൈവം അതിനെ എല്ലാം തകർത്തു. ഇന്ന് എന്റെയും നിന്റെയും ആത്മ മനുഷ്യൻ ഉണർന്നു വരുവാൻ ആമേൻ കർത്താവ് നമുക്ക് സാഹചര്യങ്ങൾ തന്നിരിക്കുകയാണ്. ഈ ആത്മ മനുഷ്യൻ വളരട്ടെ. അതിന് തടസ്സമായിരിക്കുന്ന കഠിനമായ മനസ്സുകൾ നുറുങ്ങപ്പെടട്ടെ. ആമേൻ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, പ്രിയപ്പെട്ടവരുടെ ബന്ധങ്ങളിൽ ഞാൻ കാരണം ആരെങ്കിലും ആത്മാവിൽ ഞരങ്ങുന്നോ എന്ന് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. എന്റെ ആവേശം കാരണം എന്നോടൊപ്പം എന്റെ ഭാര്യയ്ക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലേ? എന്റെ ഭർത്താവിന് എന്റെ നിർബന്ധം കാരണം, എന്റെ ചിന്താഗതികൾ കാരണം അവരുടെ ആത്മാവ് ഞരങ്ങുന്നോ? എന്റെ കുഞ്ഞുങ്ങൾ ദൈവം എനിക്ക് മായി തന്ന എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ആവേശവും എന്റെ ഹല്ലേലൂയ അമിതമായ ആഗ്രഹങ്ങളും കാരണം ആത്മാവിൽ അവർ ഞരങ്ങുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ അവൻ എല്ലാവരോടും ഇടപെടുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എസ്പെഷ്യലി കർത്താവിനെ വിളിക്കുന്ന കുടുംബം. അപ്പോൾ കുറച്ച് പേർ ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു ഡിഫറെന്റ് കേസാണ്. എന്നാൽ ഇന്ന് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്നോട് ഇടപെട്ടെങ്കിൽ എന്റെ ഭാര്യയോടും കർത്താവ് ഇടപെടണം. കർത്താവ് അത് ചെയ്തിട്ടുണ്ട്. അതുവരെ കാത്തിരിക്കണം. അവിടെ ഒരു ആത്മീയ ഞരക്കമുണ്ടാകരുത്. ഐക്യതയിലേക്ക് വരട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെയും നിന്റെയും ആത്മ മനുഷ്യൻ വളരും. കർത്താവ് എന്നോട് ഇടപെട്ടെങ്കിൽ എന്റെ പേരൻസിനോട് അങ്ങേക്ക് ഇടപെടാൻ കഴിയും. എന്റെ പേരൻസിനോട് അങ്ങ് ഇടപെട്ടെങ്കിൽ എന്നോട് ഇടപെടാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ ആത്മ മനുഷ്യൻ വളരുന്നത്. അതിന് നാം പലപ്പോഴും തകർക്കപ്പെടണം. നമ്മുടെ കഠിനമായ മനസ്സുകൾ അവൻ നിർമ്മലമായി മാറ്റപ്പെടട്ടെ. അവൻ ഉടയപ്പെടട്ടെ. ആ വിത്ത് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കട്ടെ. ഇതിനു ചുറ്റും എന്നെയും നിന്നെയും ഞെരുക്കുന്ന ഒരുപാട് ആത്മീയ അടിമത്തങ്ങളുണ്ട്. അത് ആരിൽ നിന്നായിക്കൊള്ളട്ടെ, എത്ര ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നവരായിക്കൊള്ളട്ടെ, ദൈവത്തിനു വേണ്ടി അതൊക്കെ മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളിൽ നിന്നൊരു ആത്മഫലം പുറപ്പെടുവിക്കും. ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് റിസീവ് ചെയ്യുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുത്ത ചിലരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചില ബ്ലെസ്സിങ്സിനെ കർത്താവ് റെഡിയാക്കി വെച്ചിരിക്കുന്നതിനെ ചിലർ റിസീവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കും, ഇന്ന് പകൽക്കാലം വിശ്വസിക്കും, കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ റിസീവ് ചെയ്യുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. അതിന് തടസ്സമായി എന്റെ മനസ്സ് കഠിനമായിരിക്കുന്നെങ്കിൽ അതിനെ കർത്താവ് ഉടച്ച് അങ്ങ് പകർന്ന വചനത്തിന്റെ നിവൃത്തി സംഭവിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അതിന് തടസ്സമായി എന്റെ ചുറ്റും നിൽക്കുന്ന മുള്ളും പറക്കാരെയും അവൻ എന്റെ ആത്മാവിനെ ഞെരുക്കിക്കളയുന്ന മേഖലകൾ അല്ല, ഞാൻ കാരണം ആത്മാവ് ഞരക്കത്തിലൂടെ പോയ അനേകർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവെ, എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവ് ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ. അവൻ കർത്താവെ, ഞാൻ കാരണം ആത്മാവിൽ ഞരക്കപ്പെട്ടവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്റെ ആത്മാവിനെ നീ ഒന്ന് ഫ്രീ ആക്കണമേ. സോ ദാറ്റ് ഐ ക്യാൻ ഹിയർ യുവർ വോയിസ്. ആത്മാവാകുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ ദിവസങ്ങൾ കേൾക്കുവാൻ നമ്മുടെ ആത്മ മനുഷ്യനൊന്ന് ഫ്രീ ആകുവാൻ എത്ര പേർ പ്രാർത്ഥിക്കും? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ചില ബ്ലെസ്സിങ്സ്, പ്രതീക്ഷിക്കാത്ത മേഖലകൾ, ആഗ്രഹിക്കാത്ത, നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാത്തതിനപ്പുറം നമ്മുടെ കരങ്ങളിൽ ദൈവം അത് പകരും. അതിൽ വിശ്രമിക്കുവാൻ, ദൈവിക വാക്തത്വങ്ങൾ വിശ്രമിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നാം ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബ്രദറെ, കർത്താവ് ആമേൻ ഏതെങ്കിലും ഒരു പാട്ട് തന്നിട്ടുണ്ടെങ്കിൽ ചില അടികൾ ഇപ്പോൾ നമുക്ക് പാടാം. ആമേൻ. അതിനുശേഷം ആമേൻ പ്രിയ ജോമി ആമേൻ ആമേൻ നമ്മളോടൊപ്പം ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ICA and Evangel സുനീഷ് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് കർത്താവ് എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. അതുപോലെ കർത്താവെ, എന്റെ ആത്മാവിനൊരു സ്വാതന്ത്ര്യം അതുണ്ടാകട്ടെ. എന്നിൽ മാത്രമല്ല, എന്റെ കുടുംബത്തിൽ, എന്റെ ഭാര്യയിൽ, എന്റെ ഭർത്താവിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ മാതാവിൽ, എന്റെ പിതാവിൽ, ദൈവം വിളിച്ചു വേർതിരിയുന്ന എല്ലാവരിലും ഒരു ആത്മാവിന്റെ സ്വാതന്ത്ര്യം വ്യാപരിക്കുമ്പോൾ നാം എല്ലാവരും ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരും. മൂന്നാമതായി
കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. Teach me to receive your blessings and to take rest in his promises and blessings. ദൈവം തന്ന വാഗ്ദത്തങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ, അവന്റെ ഇന്ന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വിശ്രമിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise you, Jesus. Thank you, Father. Thank you, Jesus. Thank you, Jesus. Praise you, Father. Hallelujah. Praise you, Jesus. Oh, hallelujah. Hallelujah. Thank you, Father. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൻ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൻ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. Praise the Lord. Hallelujah. നമുക്ക് തലവണ വണക്കം പ്രാർത്ഥിക്കാം. പ്രിയ ജോമി ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ തിരുഹിതം, ദൈവത്തിന്റെ പദ്ധതി അവൻ നമ്മൾ നിറവേറട്ടെ. നമുക്ക് ഒരുമിച്ച് ദാസനോടൊപ്പം പ്രാർത്ഥിക്കാം. Praise you, Jesus.
കർത്താവെ, മഹാപരിശുദ്ധനെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു പിതാവേ. അമ്മ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തെ കേൾക്കുവാൻ ദൈവകരങ്ങളിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ പ്രിയ മകനിലൂടെ കർത്താവെ ഞങ്ങൾ ദൈവിക ശബ്ദത്തെ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ചില ചിന്തകളെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായല്ലോ പിതാവേ. പ്രത്യേകിച്ച് കർത്താവെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവെ ദൈവം ഹല്ലേലൂയ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കർത്താവെ മീറ്റിംഗിനകത്ത് പ്രാപിക്കുന്ന ഓരോ ദൈവിക ശബ്ദങ്ങളും ഹല്ലേലൂയ ആത്മീകമായി അകത്ത മനുഷ്യനെ ബലപ്പെടുത്തക്കവണ്ണം കർത്താവെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം പിതാവേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഹല്ലേലൂയ. ചില വ്യക്തി ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികൾ നടക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില അയോഗ്യതകളുടെ ചിന്തകളെ ഇട്ട് ചിലരെ ബാധിക്കുന്ന അയോഗ്യതകളെ ഹല്ലേലൂയ അയോഗ്യതകൾ മുന്നിൽ നിർത്തി ദൈവം യോഗ്യനായി നിന്നെ വിളിച്ചിട്ടും അയോഗ്യതകൾ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ അയോഗ്യതകളുടെ നാളുകളെ കണ്ട് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പറയുന്നു. ഹല്ലേലൂയ നിന്റെ അയോഗ്യതകളെ നോക്കിയല്ല യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അയോഗ്യതകളെ നോക്കിയല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. ക്രൂശിലെ യോഗ്യതയാണ് ഹല്ലേലൂയ. ക്രിസ്തുവിലെ പുതിയ മനുഷ്യന്റെ യോഗ്യത ക്രൂശിലെ യോഗ്യതയാണ്. ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികളാൽ ദൈവത്തിന് ഉപയോഗിക്കേണ്ട ചില മാനപാത്രങ്ങൾ ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും പലതിനു മുമ്പിൽ വരുമ്പോൾ ചില പഴയ കാലങ്ങളിലെ റിഗ്രറ്റുകളെ മുന്നിൽ നിർത്തി ഹല്ലേലൂയ ചില ഡിപ്രഷൻ സ്റ്റേജുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പത്രോസിന്റെ പടക് വിട്ടുകൊടുത്തപ്പോൾ ഹല്ലേലൂയ പത്രോസിന്റെ പടകിൽ നിന്ന് പുരുഷാരത്തോട് സംസാരിച്ച കർത്താവ് ഹല്ലേലൂയ തിരിഞ്ഞു നിന്ന് പത്രോസിനോട് വല ഹല്ലേലൂയ ആഴത്തിൽ വീശുവാൻ പറഞ്ഞതുപോലെ ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു. അടുത്ത സ്റ്റേജിലേക്ക് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ നിന്റെ നിരാശകളെ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ ബേസിൽ അല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രവർത്തിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ സിസ്റ്റം നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടത്തക്കവണ്ണം ചിലർ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനും ദൈവിക നന്മകൾ പ്രാപിക്കുവാനും ചില വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ പിടിച്ച് ഭവനത്തിലേക്ക് കയറ്റുവാനും തക്കവണ്ണം ഹല്ലേലൂയ പ്രത്യേക കൃപയെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ പിശാചിന്റെ നുണകൾക്കകത്ത് അവന്റെ ലോകത്തിന്റെ സിസ്റ്റമാ പിശാചിൻ്റെത്. ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിനകത്ത് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു കർത്താവേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ അപ്രകാരം നുണകൾക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ആത്മാവിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സ്വാതന്ത്രരാകട്ടെ, അവർ സ്വതന്ത്രരാകട്ടെ. സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു. എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഓരോ വ്യക്തി ജീവിതങ്ങളെ ആത്മനിയോഗത്തിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. എല്ലാ ബന്ധനസ്ഥരായിരിക്കുന്ന വ്യക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ഞങ്ങൾ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നു കർത്താവ്. കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോൾ ഈ ശബ്ദത്തെ കേൾക്കുന്ന ഈ ദൈവവചനത്തെ കേട്ട ഓരോ സഹോദരങ്ങളും കർത്താവ് എല്ലാ സ്വാതന്ത്ര്യത്തിലായി തീരട്ടെ. ഞങ്ങൾ ആ സ്വാതന്ത്ര്യം അവരുടെ ജീവിതങ്ങൾ കൽപ്പിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രിയ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൊടുത്ത നല്ല ദൂതുകൾക്കായി നല്ല സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവ്. ഇനിയും കർത്താവ് ദൈവത്തിന്റെ ദൈവാത്മാവ് പ്രബോധിപ്പിക്കുന്ന നാൾ വരെയും ഈ കൂട്ടായ്മ വളരട്ടെ കർത്താവ്. അനേകരുടെ ജീവിതങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറട്ടെ. ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്.